ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി കറുച്ചാൽ റൂട്ടിലാണ്. കലാകാരന്റെ കടയെന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് ഈ കടയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നമുക്ക് പോവാം. ഹലോ, നമസ്കാരം. ഇതിലെ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു പേര് കണ്ടത്, കലാകാരന്റെ തട്ടുകട. ആ പേരിടാനുള്ള ഒരു കാരണമെന്ന് പറയാമോ? ഞാനൊരു മജീഷ്യനാണ്. മാജിക് ചെയ്യുന്നുണ്ട്, മാജിക് പഠിപ്പിക്കുന്നുണ്ട്, മാജിക് വിത്ത് മഞ്ചസും പഠിപ്പിക്കുന്നുണ്ട്. ക്ലാസ്സും ഷോസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കൊറോണ മുഖാന്തരം എല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പം എല്ലാം സീറയിലായ സമയത്ത് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ് കലാകാരൻ്റെ തട്ടുകട. അപ്പം നമുക്ക് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ കൊണ്ട് എങ്ങനെ ജീവിക്കാം എന്നൊരു ആശയം മനസ്സിൽ വെച്ച് തട്ടുകട തുടങ്ങിയത്. അത് ശേഷമാണ് ഇങ്ങനെ വൈറലായത്. ഒരു മിനിറ്റ്, ഞാൻ വരുന്നു. അപ്പോൾ മാജിക് എന്ന് പറഞ്ഞാൽ എല്ലാം രഹസ്യങ്ങളുടെ കലവറയാണ്. മാജിക് മെന്റലിസം എന്ന് പറയുമ്പം അത്ഭുത സിദ്ധിയോ അമാനുഷിക കഴിവൊന്നുമല്ല, എല്ലാം രഹസ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് മാജിക്. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം ഹക്കീം വന്നിട്ട് വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടിരുന്നു. അത് വൈറലായി. ഏകദേശം ഇന്നലെ ഒരു ദിവസം കൊണ്ട് 70K ആണ് വ്യൂവേഴ്സ് ഉള്ളത്. ആ വീഡിയോ വൈറലാണ്. ശേഷം ടൊവിനോ എന്നെ വിളിച്ചിരുന്നു, പൃഥ്വിരാജ് സാറെ വിളിച്ചിരുന്നു, പിണറായി സാറെ വിളിച്ചു, പിന്നെ മന്ത്രിമാര്, പിന്നെ ജയരാജ് സാറ്, ഒരുപാട് കോൾസ് ഉണ്ടായിരുന്നു. ഒരു പുതിയ ഫിലിമിൽ ചാൻസ് കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷം. തമ്പുരാന്റെ കൃപ കൊണ്ട് മാത്രം. എവിടെ, നമ്മുടെ നാട്ടിലെ എവിടെ വീട്? ഇവിടെ മാണികുളം മട സ്കൂളിനടുത്ത് തന്നെ. അതെ അതെ. പ്രോഗ്രാം ഒക്കെ ആയോ? ഇപ്പൊ ആയോ? വരുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പൊ ഒരു ഷോ വന്നിട്ടുണ്ട്, ഒരു ഐലൻഡിലാണ്. യൂട്യൂബ് നമ്മുടെ ചാനൽ കണ്ടുപിടിച്ചത് കല്യാണ പ്രോഗ്രാമാണ്. അവരിപ്പോ ഒന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ യൂട്യൂബ് വൈറൽ വരുന്നുണ്ട്. ആരൊക്കെ ഉണ്ട് ചേട്ടാ വീട്ടില്? വീട്ടിലെന്റെ ഫാമിലി ഉണ്ട്, മദറുണ്ട്, സിസ്റ്ററുണ്ട്, ഒരു മോളുണ്ട്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ഇപ്പൊ എങ്ങനെ പോകുന്നുണ്ട്? ഇവിടെ മോശമില്ല. രാവിലെ പോണ നല്ല തിരക്കുണ്ട്. ഇതേത് ഐറ്റം എടുക്കുന്നത്? കുലുക്കിയോ? ഇത് കുലുക്കി, മാംഗോ കുലുക്കിയാണ് ഇവിടെ വൈറലായ സാധനമാണ്. നമ്മുടെ ചങ്ങനാശ്ശേരി മണിമല റോഡാണ് ഇത്. ഏകദേശം കറുച്ചാലിന് അടുത്താണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വരുവാണെങ്കിൽ, ഈ വഴി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കടയിൽ കയറുക. ഇതാണ് നമ്മുടെ മാംഗോ കുലുക്ക്. ഇതിൽ ഫ്രഷ് മാംഗോ ജ്യൂസ്, ഫ്രഷ് ഐസ്, ഹണി, സ്ട്രോബെറി എല്ലാം മിക്സായ ഒരു മിക്സാണ്. ഏറ്റവും കൂടുതൽ കച്ചവടം പോകുന്ന ഇതിനാണോ? കുലുക്ക കൂടുതൽ എല്ലാം ലൈക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ അച്ഛന്മാരും കന്യാസ്ത്രീമാരും സ്കൂൾ കുട്ടികൾ, കോളേജിലെ ക്യാമ്പസിൽ ആൾ വരുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. എൻ്റെ വിജയം നിങ്ങളെല്ലാവരും പങ്കാളിയാകുക. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. നല്ലൊരു ഫ്രഷ് ജ്യൂസാണ്. തീർച്ചയായിട്ടും ഇതിൽ വരുന്ന ആളുകൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇവിടെ. അപ്പോൾ കലാകാരൻ്റെ കടയിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും കയറുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാംഗോ കുലുക്ക്. വിഷയമില്ല. ധാരാളം ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ചേട്ടനോട് അതിൻ്റെ ഒരു അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ട് ചേട്ടാ ജ്യൂസൊക്കെ? സൂപ്പർ, അടിപൊളി. മാംഗോ കുലുക്കി അടിപൊളിയാണ്. അപ്പം നമുക്കൊരു
നല്ലൊരു ജ്യൂസ് കടയാണ് നമ്മുടെ ഈ പ്രദേശത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിലെ പോകുന്നവരൊക്കെ ഈ വീഡിയോ കാണുന്നവരൊക്കെ വന്ന് ഈ ഒരു സഹോദരനെ പ്രോത്സാഹിപ്പിക്കുക. നല്ല ഇനം ജ്യൂസുകളാണ്, നല്ല ടേസ്റ്റാണ്, നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ മാജിക്കിലേക്ക് പോവാം. ഓക്കെ. പുതിയ ടവൽ ഉണ്ടാവും ഇവിടെ. സിമ്പിളാണ് ഈ ടവൽ, സിമ്പിൾ മാജിക്കാണ്. എൻ്റെ കയ്യിലേക്ക് ഇൻസേർട്ട് ചെയ്യുക സിമ്പിളായിട്ട്. ഇനി ഒന്ന് കാണുന്നുണ്ടല്ലോ, സെറ്റ് ചെയ്ത് ഉള്ള ഇങ്ങനെ കയറ്റി വയ്ക്കുകയാണ്. ചട്ടിലേക്ക് മാഷാക്കി നിങ്ങൾക്കും അഭിഷേകം നമ്മൾ ഇതിന് പ്രൊഡക്റ്റ് ചെയ്യുകയാണ്. കൊള്ളാം, സൂപ്പർ. ഞാൻ ഒരിക്കലൊരു പ്രോഗ്രാമിന് ഒരു ഷോയ്ക്ക് വേണ്ടി ഒമാനിൽ ചെന്നു. മസ്കറ്റിൽ ഒരു മാജിക് ഷോയ്ക്ക് വേണ്ടിയായിരുന്നു. ഒമാനിൽ ഖോറം എന്ന സ്ഥലത്താണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പ്രവാസി മലയാളത്തിൻ്റെ പ്രോഗ്രാമായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കന്ന് അവർ പറഞ്ഞു ഇവിടെ ഷോസ് എല്ലാം ഫുള്ളായിപ്പോയി, അപ്പം ഇന്ന് ലാസ്റ്റ് ഷോ ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര മാനസികമായിട്ടൊരു ഭയങ്കര വിഷമമുണ്ടായി. അപ്പോൾ അങ്ങനൊരു വാക്ക് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് ഞാൻ ആക്ച്വലി ആ കോർത്തുനിന്ന് കരഞ്ഞുകൊണ്ടാണ് എൻ്റെ റൂമിലേക്ക് വന്നത്. എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ അടർന്ന് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഷോയ്ക്ക് വിളിച്ചിട്ട് പ്രോഗ്രാമില്ലാത്തൊരവസ്ഥ. ഇന്നതാരോടും പറഞ്ഞിട്ടില്ല, എൻ്റെ മനസ്സിലിരിക്കുകയായിരുന്നു. കൊച്ചിലാൻ്റെ പുതിയ പടത്തേക്ക് അപ്പോയിൻമെൻ്റ് ആയിട്ടുണ്ട്. ആ കോർത്ത് തന്നെയാണ്. അതാണ് തമിഴ്നാടിൻ്റെ നിമിത്തം എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് ചേട്ടാ? സൂപ്പർ സാധനം. ധാരാളം ആളുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ചങ്ങനാശ്ശേരി കറുച്ചാല റൂട്ടിലാണ് ഈ കലാകാരൻ്റെ കട നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലെ വരുന്നവർ ഈ കടയിൽ കയറാൻ ശ്രമിക്കുക.